ഈ പാർട്ടി അംഗത്വം പുതുക്കി നൽകേണ്ട ഫോറത്തിലെ രേഖപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് വിശദീകരണം കണ്ട് സഖാവ് അയച്ച കത്ത് കിട്ടി. ഭരണഘടന പാർട്ടി അംഗത്വം പുതുക്കുമ്പോൾ നൽകേണ്ട ഫോറത്തിൽ അംഗങ്ങൾ നൽകുന്നു. മറ്റുള്ളവർ പൂരിപ്പിച്ചതിന് ശരിയായ സമയമല്ല. പാർട്ടി സംഘടനയിൽ ന്യൂനപക്ഷം, സ്ത്രീ, പട്ടിക എങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് എന്നത് അറിയണം. എന്താ അതിൻ്റെ മാർക്കറ്റിംഗ്? ഞങ്ങളൊക്കെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ. എന്താ അതിൻ്റെ മാർക്കറ്റിംഗ് തന്ത്രം? എന്താ അതിൻ്റെ മാർക്കറ്റിംഗ് എന്താ? ഞങ്ങൾ ഇത്ര പേടിപ്പിക്കുന്നു, എത്ര ആൾക്കാർ പേടിച്ചിട്ട് വരുന്നു? ബോധം കൊണ്ടല്ല. അത് നമ്മൾ വൈമധ്യേ നമ്മുടെ സമൂഹത്തിന് ഉണ്ടാവാൻ പോകുന്ന ഒരു ക്യാൻസറായിട്ട് മാറും ഭയം. ഒരു ഭയമാണ്. ആ ഭയം ക്യാൻസറായിട്ട് മാറും. അത് എങ്ങനെ മാറുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഭയം കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ പറ്റി നമ്മൾ പഠിച്ചാൽ മതി, അത് എത്രത്തോളം ഉണ്ട്. അപ്പോൾ അതെനിക്ക് പറയേണ്ട എൻ്റെ സമയമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ അടുത്ത് അത് അറിയിക്കുന്നേ ഉള്ളൂ. അതെ, അവിടെ ഷബീർ COT എന്നുണ്ട്, ലോക്കൽ കമ്മിറ്റി മെമ്പർ. ആ, ഇത്തവണ നിഷിത അമീദ് എന്ന് പറഞ്ഞിട്ട്. അയാൾ പാർട്ടി മെമ്പറല്ല. അയാൾ ആ വാർഡിലുള്ള ആളായിരുന്നല്ല, അയാൾ മുന്നോളാണ്. മതാടിസ്ഥാനത്തിൽ തന്നെയാണ്. അതിൽ സംശയം എന്താ? അതിലൊരു സംശയമില്ല. അത് ലോക്കൽ കമ്മിറ്റി മെമ്പർ ഇത്രയും പോസ്റ്റിൽ ലോക്കൽ കമ്മിറ്റി മെമ്പർ വന്നിട്ട് ഇത്രയും വീടുകളായിട്ടും ഹൃദയമായ ഇതുണ്ടായിട്ടും ഞങ്ങളടുത്ത് ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ അവർ ആരും വോട്ട് ചെയ്യുന്നത് ഒരു മാറ്റിയതല്ല, മത്സരിപ്പിക്കാതെ. ലോക്കൽ കമ്മിറ്റി മെമ്പർ റിംന അല്ല, എൻ്റെ ആവശ്യമല്ല, എൻ്റെ സമൂഹത്തിൻ്റെ ആവശ്യമാണ്. എനിക്ക് അങ്ങനെ ഇന്നാളെ മത്സരിപ്പിക്കണം എന്ന് എൻ്റെ ആവശ്യമല്ല. എനിക്ക് മത്സരിപ്പിക്കാനുള്ളത് ഇല്ല. അത് തീരുമാനിക്കേണ്ടത് CPM ആണ്. അല്ല 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 അത് അല്ല അല്ല ഏത് ജയിക്കാനുള്ള സാധ്യത അല്ല, ജയിക്കാനുള്ള സാധ്യത അന്ന് കായത്ത് വാർഡിൽ ജയിക്കാനുള്ള സാധ്യത വളരെ വിരളാണ്. മറ്റേ നിങ്ങളെ നിർത്തുമ്പോ അത് പാർട്ടി ജയിക്കാനുള്ള സാധ്യത നോക്കിയിട്ട് ഇന്നൊരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ അത് മതം നോക്കിയിട്ട് അതിലെന്താ അർത്ഥം? അതിലർത്ഥം എന്ന് പറഞ്ഞത് ആ പാർട്ടിന്റെ ലോക്കൽ കമ്മിറ്റി മെമ്പർ വർക്ക് ചെയ്യുന്ന ലോക്കൽ കമ്മിറ്റി മെമ്പറെ മത്സരിപ്പിക്കാണ്ട് പുറത്തുനിന്നുള്ള ഒരാളെ കൊണ്ടുവന്നിട്ട് മത്സരിപ്പിക്കുമ്പോൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? നിഷിത അമീദ് ഇല്ല. പാർട്ടിന്റെ ആഹ്വാനം എന്തോന്ന് പറഞ്ഞാൽ പാർട്ടിന്റെ നമ്മളിപ്പോൾ കല്ലെറിയാൻ ആഹ്വാനമല്ലല്ലോ കൊടുക്കാൻ. നമ്മൾ വൈകാരികമായ പ്രസംഗം നടത്തിയിട്ട് അണികളെ കൃത്യമായിട്ട് സജ്ജീകരിച്ചിട്ട് വൈകാരികമായ പ്രസംഗം നടത്തുമോ ആയിരക്കണക്കിന് ആൾക്കാരുടെ അടുത്ത് ഒരാളെടുത്ത് എറിയെന്ന് പറയണ്ട. അവിടെ ഉമ്മൻചാണ്ടിന്റെ കണ്ണൂർ കാല് കുത്തിക്കൂല, ഉമ്മൻചാണ്ടി കണ്ണൂരിന് തിരിച്ചു പോകില്ല എന്ന് പറയുമ്പോൾ അവിടെ വൈകാരികമായ കാരണമാണ്. നമുക്ക് ഈ വാക്കുകൊണ്ട് നമുക്ക് ഒരാളെ എന്ത് രീതിയിൽ നമുക്ക് അയാളെ ഉത്തേജനം കൊടുക്കാൻ പറ്റും. നമ്മളിപ്പോൾ അമേരിക്കയിൽ ന്യൂയോർക്കിലടക്കം കണ്ടിട്ടില്ലേ, മംദാനി അയാളെ വാക്കിൻ്റെ പ്രസരിപ്പ് കൊണ്ട് അയാൾ ആ സ്ഥലത്ത് അയാൾ ജയിച്ചെടുത്തത് അങ്ങനെയാണ്. അപ്പോൾ ആ രീതിയിൽ ജനങ്ങളെ ഉൾക്കൊള്ളിക്കാൻ പറ്റില്ലാണല്ലോ ലീഡേഴ്സിൻ്റെ കഴിവ്. ആ ലീഡേഴ്സ് അന്ന് പ്രസംഗിച്ച് എങ്ങനെയായിരുന്നു? മലപ്പുറത്ത് നിന്ന് വന്നതിന് ശേഷം എന്തായിരുന്നു പ്രസംഗം? അപ്പോൾ അതിൽ നമ്മളൊരു ജനാധിപത്യ രീതിയിൽ പാർട്ടിക്കകത്ത് ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ മറുപടി തരാനില്ലാത്തതുകൊണ്ട് നമ്മളിട്ടിട്ട് ഈ കേസിൽ കുടുക്കിയിട്ട് ഇമേജ് ഡാമേജ് ചെയ്യാന്നുള്ളൊരു പരിപാടിയുണ്ട്. അതെല്ലാവർക്കും അറിയാലോ. ഇപ്പോൾ പലരും അനുഭവിക്കുന്ന കാര്യമാണ് ഇമേജ് ഡാമേജ് ചെയ്യുക. അപ്പോഴത്തേക്ക് നമ്മൾ ഭയപ്പെട്ടിട്ട് വീട്ടിൽ പോയിട്ട് ഇരിക്കുന്നതാണ് ധരിക്കുന്നത്. അതിൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ കുറ്റം ചെയ്താൽ മാത്രമല്ല നമ്മൾ ഭയപ്പെടേണ്ടുള്ളൂ. നമ്മളിപ്പോൾ കോടതിൻ്റെ ഈ വിധി വരെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല. ഇപ്പോൾ കഴിഞ്ഞ പാസ്പോർട്ട് എത്ര കാലമായി പിടിച്ചു വെച്ചിട്ട്? എൻ്റെയൊക്കെ ബിസിനസ് ഖത്തറിലും ഇസ്താംബുളിലാണ്. എത്ര കാലമായി? ഇപ്പോൾ ചുരുങ്ങിയത് ഇത് മാത്രം 3 കൊല്ലമായി പിടിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്തായിരിക്കും? ഇനിയുള്ള രാഷ്ട്രീയത്തിൽ ഇറങ്ങുമ്പോൾ ഇനിയിപ്പോൾ നമ്മളെന്തായാലും രാഷ്ട്രീയത്തിൽ സജീവമാകേണ്ട സമയമാണ്. നമ്മളെ സംബന്ധിച്ച് നിലപാട് കൃത്യം ഉണ്ടാവും. നമ്മൾ ഈ നിലപാടിനാണ് നമ്മൾ നിൽക്കുന്നത്. ഈ നിലപാട് പറഞ്ഞിട്ട് നമ്മൾ മുന്നോട്ട് പോകും. അതിപ്പോൾ നിങ്ങൾക്ക് അറിയുന്നൊരു കാര്യമല്ലേ, ഇന്ത്യയിൽ RSS എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബലിദാനിയുള്ള സ്ഥലമാണ് തലശ്ശേരി. A+ മണ്ഡലമാണ്. അന്ന് നമ്മളൊരു നിയോഗിക്കപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അന്ന് BJPന്റെ നോമിനേഷൻ തള്ളിയിട്ട് പിന്തുണ വേണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ് നമ്മൾ. അന്ന് കിട്ടിയ ഓഫർ ഏറ്റവും വലിയ ഓഫറാണ്. അതെല്ലാം നന്ദകുമാറാണ് മീഡിയേഷൻ ചെയ്ത്.
അത് മുഖ്യമന്ത്രിക്ക് അറിയാലോ. മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ലല്ലോ എൻ ഷംസീറിൻ്റെ പരിപാടിയിൽ നിൽക്കുന്ന സമയത്ത് മുഖ്യമന്ത്രി പ്രസംഗിച്ചില്ല. ദല്ലാൽ നന്ദകുമാരുടെ കിടന്ന് കറങ്ങണ്ട. എന്തുകൊണ്ടാണ്? നമുക്ക് ആ നിലപാടുകളുണ്ട്. നമുക്ക് പല ഓഫേഴ്സും ഉണ്ട്. ഇപ്പം നമുക്ക് സതീഷ് പാച്ചേനി മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒരുപാട് തവണ കോൺഗ്രസിലേക്ക് വരാൻ ക്ഷണിച്ചതാണ്.